إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه العظيم كتاب التوحيد باب لا يقال السلام على الله. في الصحيح عن ابن مسعود رضي الله عنه قال كنا إذا كنا مع رسول الله صلى الله عليه وسلم في الصلاة قلنا السلام على الله من عباده السلام على فلان وفلان فقال النبي صلى الله عليه وسلم لا تقولوا السلام على الله فإن الله هو السلام. فيه مسائل: الأولى تفسير السلام، الثانية أنه تحية، الثالثة أنها لا تصلح لله، الرابعة والعلة في ذلك، الخامسة تعليمهم التحية التي تصلح لله. സഹോദരന്മാരെ, കിതാബ് തൗഹീദിലെ 51-ാമത്തെ അധ്യായം ബാബു ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്. ഈ അധ്യായമാണ് ഇന്ന് നമുക്ക് വായിക്കാനും പരിശോധിക്കാനും ഉള്ളത്. ബാബുൻ എന്ന് പറയുമ്പോൾ ഹാദാ ബാബുൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങൾ അവസാനിച്ചു. ഇനി പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ഇതൊരധ്യായമാണ്. ആ അധ്യായം കൈകാര്യം ചെയ്യുന്നത് ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലല്ലാഹ് എന്ന് പറയപ്പെടാവതല്ല. അടിയാറുകൾ അല്ലാഹുവിന് അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടുള്ളതല്ല. ഇത് ചർച്ച ചെയ്യുന്നതിനുള്ള അധ്യായമാകുന്നു ഇത്. ഇവിടെ സലാം എന്ന് പറയുന്നത് ആ പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യമെന്ത്? ഇതെല്ലാം ഈ ചർച്ചയിൽ
ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. സഹീഹിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും അവരുടെ സഹീഹുകളിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുനനുകളിലും ഇത് റിവായത്ത് വന്നിട്ടുള്ള കാര്യമാണ് ഈ ഉദ്ധരിക്കുന്നത്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അഫ്ഖഹു ഫുഖഹാഇ സ്വഹാബ, സ്വഹാബത്തിൽ ഏറ്റവും ഫിഖ്ഹുണ്ടായിരുന്ന, ഏറ്റവും പാണ്ഡിത്യമുണ്ടായിരുന്ന ഇബ്നു മസ്ഊദിൽ നിന്നാണ് റിവായത്ത്. ഖാല, അദ്ദേഹം പറയുന്നു, കുന്നാ ഇദാ കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിസ്സലാ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരത്തിലായിരിക്കുമ്പോൾ, ഞങ്ങളായിരിക്കും ആരുടെ കൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫിസ്സലാ, നമസ്കാരത്തിലായിരിക്കും. ആ സന്ദർഭത്തിൽ ഖുൽനാ, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അഥവാ തശഹ്ഹുദിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദി, അസ്സലാമു അലാ ഫുലാനിൻ വ ഫുലാൻ, അസ്സലാമു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സലാം ഉണ്ടായിരിക്കട്ടെ, മിൻ ഇബാദിഹി, അവന്റെ അടിയാറുകളിൽ നിന്ന്, അസ്സലാമു അലാ ഫുലാൻ, ഇന്ന വ്യക്തിക്ക് സലാം ഉണ്ടായിരിക്കട്ടെ, വ ഫുലാൻ, അതുപോലെ തന്നെ ഇന്ന ഇന്ന വ്യക്തികൾ, അങ്ങനെ ആർക്കൊക്കെയാണോ സലാം ഉണ്ടായിരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. അള്ളാഹുവിന് സലാം ഉണ്ടായിരിക്കട്ടെ അവന്റെ അടിയാറുകളിൽ നിന്ന്, അതുപോലെ തന്നെ അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ഇന്ന ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് സലാം ഉണ്ടായിരിക്കട്ടെ, ഇന്നിങ്ങനെ ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട് തശഹ്ഹുദിൽ. فقال النبي صلى الله عليه وسلم, അങ്ങനെ നമസ്കാരത്തിൽ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ് ഫഇന്നല്ലാഹ ഹുവസ്സലാം, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സലാമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മേൽ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് നിരർത്ഥകമാണ് എന്ന് വിലക്കുകയുണ്ടായി. ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം വ ബഅദ് സ്വഹാബി സുനൻ. എന്താണ് സലാം എന്നുള്ള വാക്ക്? ആ വാക്ക് ഇസ്മു മസ്ദരിൻ, അറബി വ്യാകരണ നിയമം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്മു മസ്ദറാണ്. മസ്ദറിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന മറ്റു വാക്കുകൾക്കാണ് അറബിയിൽ ഇസ്മു മസ്ദർ എന്ന് പറയാം. അതിന്റെ സീഗ മസ്ദറിന്റെ സീഗ ആയിരിക്കില്ല, അതിന്റെ മഅന മസ്ദറിന്റെ മഅനയായിരിക്കും. മസ്ദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർബല്ലോട് ക്രിയാനാമം എന്നാണ് പറയാ. ലറബ അടിച്ചു, ലറബുൻ അടിക്കൽ, അതാണ് മസ്ദർ. ഇവിടെ സലിമ എന്ന് പറയുന്ന ക്രിയ, അതിന്റെ മസ്ദർ സലാമത്തുൻ എന്നാണ്. അതേ മഅനയിൽ മസ്ദറിന്റെ സീഗയിലല്ലാതെ സലാം എന്നെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇസ്മു മസ്ദർ എന്ന് പറയും. അത് ഇസ്മു മസ്ദറാണ്. അപ്പൊ മസ്ദറിന്റെ അർത്ഥം തന്നെയായിരിക്കും, മസ്ദറിന്റെ സീഗ അല്ല എന്നർത്ഥം. എന്താണ് സലിമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സലിമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തമാവുക എന്നാണ്. സലിമ, മുക്തമായി. സലിമ യസ്ലമു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, മുക്തമായി
എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഏതിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്, ഏതിൽ നിന്നാണ് മുക്തമാകുന്നത്? മിൻ കുല്ലി ഐബ് വമിൻ കുല്ലി നഖീസ, എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും ഒഴിവായി എന്നാണ്. അപ്പോ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ രക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾക്ക് രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാവിധ ശർറുകളിൽ നിന്നും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ കുറവുകളിൽ നിന്നും അയാളെ അല്ലാഹു സലാമത്താക്കട്ടെ, രക്ഷയിലാക്കട്ടെ എന്നാണ്. അപ്പോ ഈ വാക്ക് അസ്സലാം, അതിലേക്ക് അലിഫ് ലാമും കൂടി അസ്സലാം എന്ന് പറയുമ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സലാമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ഹദീസിൽ തന്നെ പറഞ്ഞു, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി എന്ന് നിങ്ങൾ പറയരുത്, മറിച്ച് കാരണം ഫഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു അവൻ അസ്സലാം, അവന് അസ്സലാം എന്നുള്ള പേരുണ്ട്. ആ പേരിൽ ഉൾപ്പെടുന്നതായ ഗുണവിശേഷം അഥവാ സിഫത്ത് അത് അല്ലാഹുവിനുള്ളതുമാണ്. ആ സിഫത്ത് ഈ ഇസ്മും ആ ഇസ്മിൽ ഉൾക്കൊള്ളുന്നതായ സിഫത്തും മിനസ് സിഫാത്തിൽ മൻഫിയ്യ വമിനൽ അസ്മാഇൽ മൻഫിയ്യ, മൻഫിയ്യത്തായ സിഫത്താണ്. മൻഫിയ്യത്തായ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല എന്ന് നിഷേധിക്കുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അല്ലാഹ് സലാമാണ് എന്ന് പറഞ്ഞാൽ സലാം, അസ്സലാം എന്നത് അള്ളാന്റെ പേരാണ്. അതേ സന്ദർഭത്തിൽ അവന് ഇല്ല എന്നാണ് പറയാൻ പോകുന്നത്. ആ പേരിൽ ഇല്ല, പേരിനകത്ത് പറയുന്ന കാര്യം ഇല്ല. എന്താണ് ഇല്ലാത്തത്? ഒരു കുറ്റമല്ല, ഒരു കുറവുമില്ല, ഒരു കുറ്റവുമില്ല, ഒരു കുറവുമില്ല. അവന് എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും എല്ലാവിധ കുറവുകളിൽ നിന്നും മുക്തനായിട്ടുള്ളവനാകുന്നു അല്ലാഹു. അപ്പൊ അതിന്റെ മഴ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മൻഫിയത്താണ്. അള്ളാഹുവിനുള്ള അസ്മാകളിലും അള്ളാഹുവിനുള്ള സിഫാത്തുകളിലും മുസ്ബിത വ മൻഫിയ, രണ്ടു തരത്തിലുള്ള പേരുകൾ കാണാം, രണ്ടു തരത്തിലുള്ള സിഫാത്തുകൾ കാണാം. ഏതാണ് രണ്ടു തരത്തിലുള്ള പേര്, രണ്ടു തരത്തിലുള്ള സിഫാത്ത്? ഒന്ന് ഉണ്ട്, ആണ് എന്ന് പറയുന്നത്, അതാണ് മുസ്ബിത. മറ്റൊന്ന് ഇല്ല, അല്ല എന്ന് നിഷേധിക്കുന്നത്, അതാണ് മൻഫിയത്ത്. ഇവിടെ സലാം എന്ന് പറയുന്ന നാമം മൻഫിയത്തായ നാമമാണ്. അള്ളാന്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ മൻഫിയത്തായിട്ടുള്ള നിഷേധിച്ച് പറയുന്ന നാമമാണ്. ആ സലാം എന്ന് പറയുന്ന നാമത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതായ സിഫത്ത് അത് മൻഫിയത്താണ്, അത് നിഷേധിക്കുകയാണ്. നിഷേധിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹ്ക്ക് യാതൊരു തരത്തിലുള്ള അഴിവുമില്ല, നഖീസത്തുമില്ല. എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹു മുക്തനാണ്. ഒരു കുറ്റമല്ല, ഒരു കുറവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായ ഏത് ഇസ്മെടുത്ത് നോക്കിയാലും അതൊക്കെ സിഫത്തായിരിക്കും. അവന്റെ സിഫത്തുകളൊക്കെ വസ്ഫുമായിരിക്കും. ഇത് ഇമാം ബൈഹഖി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അസ്മാഉഹു സിഫാത്ത് വസിഫാത്തുഹു ഔസാഫ്. ഇത് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുള്ള വാചകമാണ്. അസ്മാഉഹു സിഫാത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെല്ലാം അവനുള്ള സിഫാത്തുകളാണ്. അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരാണ്. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടിട്ടുള്ള ഏത് പേര് നിങ്ങളെടുത്താലും ആ പേരുകളൊക്കെ അള്ളാഹുവിനുള്ള സിഫത്താണ്. അള്ളാഹുക്കുള്ള ഏത് സിഫത്ത് നിങ്ങൾ എടുത്തു നോക്കിയാലും ആ സിഫത്തൊക്കെ ഔസാഫ് വസിഫാത്തുഹു ഔസാഫ്, അവന്റെ സിഫാത്തുകളൊക്കെ അവനുള്ള വർണ്ണനകളുമാണ്. ഇവിടെ അസ്സലാം എന്നുള്ളത് അവന്റെ പേരാണ്. ആ പേര് അള്ളാഹ്ക്കുള്ള സിഫത്താണ്. അള്ളാഹ്ക്കുള്ള സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന മൻഫിയത്തായ സിഫത്താണ്. എല്ലാവിധ കുറ്റങ്ങളും കുറവുകളും അവനില്ല എന്ന് നിഷേധിക്കുകയാണ്.
ആ നിഷേധിച്ച് പറയുന്ന കാര്യങ്ങൾ ചില ഔസാഫുകളെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഔസാഫ്? ഏതൊരു സിഫത്ത് നിഷേധാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ, നിഷേധാർത്ഥത്തിൽ അള്ളാഹുവിന് പറയപ്പെട്ട ഏതൊരു സിഫത്തുണ്ടോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ബാതു കമാലി റിദ്ദിഹി, ആ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആശയം അള്ളാഹുവിന്റെ സ്ഥിരപ്പെടുത്തലാണ്. അപ്പോഴെന്താണ്? അള്ളാഹു എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തനാണ് എന്ന് പറഞ്ഞാൽ കുറ്റമില്ല, കുറവില്ല, കുറ്റങ്ങളില്ലാത്തവൻ, കുറവുകളില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ വലഹു അൽ കമാലുൽ മുത്ലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണതയുണ്ട്. മുത്ലഖായ പൂർണ്ണത, നിരുപാധികമായ പൂർണ്ണത. അവന്റെ ലാത്ത് അതിന്റെ പൂർണ്ണതയുണ്ട്, നിരുപാധികമായ പൂർണ്ണത. അവന്റെ സുഫാത്തുകൾ, ആ സുഫാത്തുകൾക്കെല്ലാം പൂർണ്ണതയുണ്ട്, നിരുപാധികമായ പൂർണ്ണത. അവന്റെ അഫ്ആലുകൾക്കെല്ലാം കമാലുണ്ട്, അത് നിരുപാധികമായ മുത്ലഖായ പൂർണ്ണത. അത് കമാലുണ്ട്, കമാൽ മുത്ലഖ് ഫീ ദാത്തി വസിഫാത്തി വഅഫ്ആലിഹി. ഈ കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ക്രമമായിട്ട് ഞാൻ പറഞ്ഞു വന്നു. അത് ഒന്നുകൂടെ മനസ്സിൽ ഞാൻ പറഞ്ഞത് പ്രാഥമികമായി നിങ്ങളുടെ മനസ്സിലെത്തി ഒന്നുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യും. അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഇസ്മാണ്. ആ ഇസ്മ് അള്ളാന്റെ എല്ലാ ഇസ്മുകളും ഇമാം ബൈഹഖി പറഞ്ഞതുപോലെ അള്ളാന്റെ സിഫത്താണ്. അസ്മാഉഹു സിഫാത്ത്. അപ്പൊ അതിനുള്ള സിഫത്ത് എന്താണ്? അസ്സലാം എന്നുള്ളത് വെറുമൊരു പേരാണോ? അർത്ഥമൊന്നുമില്ല, വെറും പേരാണ് എന്ന് പറയുന്നത് ആരാന്നറിയ? മുഅ്തസിലികളാണ്. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ഒരു കക്ഷിയാണ് മുഅ്തസിലികൾ. ജഹ്മികളുടെ എക്സ്റ്റൻഷനാണ് മുഅ്തസിലികൾ. ഗുലാത്ത്, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഗുലാത്ത്, അതിൽ കവിഞ്ഞിട്ടുള്ള ആളുകൾ ജഹ്മികളും അതിൽ കുറച്ചു താഴെയുള്ള ആളുകൾ മുഅ്തസിലികളുമാണ്. ആ മുഅ്തസിലികളുടെ വാദമാണ് അല്ലാഹ് സമീഅ്, അവന്റെ സമീഅ് എന്നുള്ള പേരുണ്ട്, ബിലാസമ്മൾ. പക്ഷെ അള്ളാഹ്ക്ക് ആ വസ്ഫ അവര് അംഗീകരിക്കൂല. കേൾവി എന്ന സിഫത്ത് അള്ളാഹ്ക്കുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൂല. അള്ളാഹു ബസീർ, അള്ളാഹ്ക്ക് ബസീർ എന്ന പേരുണ്ട്, ബിലാ ബസർ. എന്നാൽ കാഴ്ച എന്ന് പറയുന്ന ആ സിഫത്ത് അള്ളാഹ്ക്കുണ്ട് എന്നവർ സ്ഥിരപ്പെടുത്തൂല. എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അങ്ങനെയല്ല. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളതായ അള്ളാന്റെ മുഴുവൻ നാമങ്ങളും സ്ഥിരപ്പെടുത്തും. ആ നാമങ്ങളൊക്കെ തന്നെയും സിഫാത്തുകളാണ്. ആ സിഫാത്തുകളെ ഒക്കെ തന്നെയും ഔസാഫുകളുമാണ്. ബൈഹഖി പറഞ്ഞതുപോലെ അസ്മാഉഹു സിഫാത്ത് വസിഫാത്തുഹു ഔസാഫ്. അപ്പൊ ഇതിനുള്ള സിഫത്ത് ഏതാ? സലാം എന്നുള്ള പേരിൽ, അത് വെറൊരു പേരല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. ആ പേര് ഒരു സിഫത്തിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ സിഫത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒരു നഖീസത്തുമില്ല, ഒരു ഐബുമില്ല, ഒരു കുറ്റവുമില്ല, ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നാമവും അതിലുള്ള സിഫത്തും മിനസ് സിഫാത്തി വൽ അസ്മാഇൽ മൻഫിയ്യ. ഇത് സലാം എന്ന് പറയുന്ന പേരും ആ പേരിൽ ഉൾച്ചേർന്ന് കിടക്കുന്നതായ സിഫത്തും മൻഫിയ്യത്താണ്. ഇല്ല 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 എന്ന് പറയുന്നതാണ്. ഇവിടെ ഇല്ല എന്ന് പറയുന്നത് നഖീസത്തില്ല, ഐബില്ല, കുറ്റമില്ല, കുറവില്ല എന്നാണ്. അള്ളാഹു കുറ്റം തീർന്നവനാണ്, ഒരു കുറവുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ച് എവിടെയൊക്കെ മൻഫിയത്തായ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അത് മുജ്മലത്തായിരിക്കും, അത് ചുരുക്കി സംക്ഷിപ്തമായിട്ടാ പറയാം. എന്നാൽ അള്ളാഹിനെ കുറിച്ച് എവിടെയൊക്കെയോ മുസ്ബിത്തത്തായ സുബൂത്തിയത്തായ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഫസ്സലത്തുമായിരിക്കും. അപ്പോൾ ഇതിലെ ഔസാഫിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാന്റെ കമാൽ, അവന്റെ പൂർണ്ണത, എല്ലാ അർത്ഥത്തിലും അവന്റെ പൂർണ്ണതയുണ്ട്, നിരുപാധികമായ പൂർണ്ണത. അവന്റെ ദാത്ത് കമാലുള്ള ദാത്താണ്, നിരുപാധികം, അങ്ങേയറ്റത്തെ പൂർണ്ണതയുണ്ട് അവന്റെ ദാത്തിന്. അവന്റെ സിഫാത്തുകൾ, അവന്റെ ഗുണവിശേഷങ്ങൾ, അവക്ക് പൂർണ്ണതയുണ്ട്, അങ്ങേയറ്റത്തെ പൂർണ്ണത, നിരുപാധികമായ പൂർണ്ണതയുണ്ട്. അവന്റെ അഫ്ആലുകൾ, അവക്ക് പൂർണ്ണതയുണ്ട്, നിരുപാധികമായ പൂർണ്ണത, മുത്ലഖായ കമാലുണ്ട്. ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കി വരേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അള്ളാന്റെ പേരാണ്, അത് മൗഫിയത്താണ്, അത് സിഫത്താണ്. ആ സിഫത്ത് നഖീസത്തും അഴിവുമില്ല എന്ന് നിഷേധിക്കലാണ്. നിഷേധിക്കൽ അത് മുജ്മലത്താണെങ്കിൽ അതിന്റെ നേരെ വിപരീതമായ കാര്യത്തെ മുഫസ്സലായി ഇസ്ബാത്ത് ചെയ്യുന്നതാണ് അതിന്റെ വസ്ഫ്. ആ വസ്ഫ് പ്രകാരം അള്ളാഹുവിന്റെ കമാലുണ്ട് എല്ലാ തരത്തിലും. അവന്റെ ലാത്ത് കമാലുൻ മുത്തലഖുള്ള ലാത്താണ്. അവന്റെ സിഫാത്തുകളെല്ലാം കമാലുൻ മുത്തലഖുള്ള സിഫാത്തുകളാണ്. അവന്റെ അഫ്ആലുകളെല്ലാം, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുത്തലഖായ കമാലുള്ള പ്രവർത്തനങ്ങളാണ്. അതൊക്കെ പൂർണ്ണത അള്ളാഹ്ക്കാണ്. അവനൊരു കുറ്റം, ഒരു കുറവുമില്ല. പിന്നെ അള്ളാന്റെ അടിയാറുകളായ ഞങ്ങളിൽ നിന്ന് റബ്ബേ നിന്റെ മേൽ സലാമത്തുണ്ടാകട്ടെ, നിനക്ക് സലാമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്ത, അത് ഒരു അർത്ഥവും ഉണ്ടാക്കാത്ത, നിരർത്ഥകമായ എന്നല്ല. കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹ്ക്ക് സലാമുണ്ടാകട്ടെ എന്ന് പറയുന്നതോടുകൂടി അള്ളാഹ്ക്ക് എന്തോ കുറവുണ്ട് എന്ന് കുറവ് ആരോപിക്കുന്നിടത്തേക്കെത്തും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. അത് വഹി ഇറങ്ങുന്ന കാലത്തുള്ള ഒരു പ്രത്യേകതയാണ്. അതാണ് സഹാബത്തിന്റെ ആധികാരികത. അത് നമ്മൾ സ്വീകരിച്ചു പോരുന്ന സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജിന്റെ ഒരു അണിക്കല്ലുമാണ്. ഇതിൽ അങ്ങനെ ഒരു മൻഹജിയായ ഒരു ഫായിദ അതിലുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. എന്താണത്? ഖാല അല്ലാഹു വഖാല റസൂലുഹു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സുന്നത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിലോ സുന്നത്തിലോ പറയപ്പെട്ടിട്ടുള്ള ഒരു വചനം അത് വായിക്കുന്ന ഏതൊരാൾക്കും അയാൾക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. അതിന് സൗകര്യമുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ ഉമ്മത്തിന്റെ നാശം തന്നെ. ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു തആല അൻഹു, ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനിയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് തന്നെ. ഹലാകു ഉമ്മത്തി ഫിൽ കിതാബി വൽ ലബൻ, ഹലാകു ഉമ്മത്തി ഫിൽ കിതാബി വൽ ലബൻ, എന്റെ ഉമ്മത്ത് നശിക്കുന്നത് ഒന്ന് കിതാബ് കൊണ്ടാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് എന്റെ ഉമ്മത്ത് നശിക്കുന്നതാണ്. മറ്റൊന്ന് ലബൻ, പാല് കൊണ്ട് നശിക്കുന്നതാണ്. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, എങ്ങനെയാണ് കിതാബ് കൊണ്ട്, ഖുർആൻ കൊണ്ടും പാല് കൊണ്ടും ഈ ഉമ്മത്ത് നശിക്കലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടിയിലുണ്ട്. നമ്മളെ കാലം കഴിഞ്ഞാൽ ഇനിയൊരു ഖൗമ് വരും, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനൊരു ഖൗമ് വരും. അവരുടെ പ്രത്യേകത യതഅവ്വലൂനൽ ഖുർആന അലാ ഗൈരി മാ അൻസലല്ലാഹ്, ഖുർആനിനെ അവർ വ്യാഖ്യാനിക്കും. അള്ളാഹ് ഏതൊരർത്ഥത്തിൽ, ഏതൊരു ഉദ്ദേശത്തിൽ, ഏതൊരു വ്യാഖ്യാനത്തിലാണോ അള്ളാഹ് ആയത്തിറക്കിയത് ആ അർത്ഥമല്ല, ആ വ്യാഖ്യാനമല്ല, അവരുടെ സ്വന്തമായ വ്യാഖ്യാനത്തിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് അവർ നശിക്കുക. കിതാബ് കൊണ്ട് നശിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കൂ, മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും കാരണം ഈ ഒരൊറ്റ വിഷയം മാത്രമാണ്. മുസ്ലിമീങ്ങൾ എത്ര കക്ഷിയുണ്ടെങ്കിലും എത്ര വിഭാഗം ഉണ്ടെങ്കിലും എല്ലാവരും ഒരു കയ്യില് ഖുർആനും ഒരു കയ്യില് സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും സ്വീകരിക്കാത്ത ആരുമില്ല. എന്താ ഇവർക്ക് ഓരോ വിഭാഗത്തിനും അവരുടേതായ സ്വന്തം ഖുർആനാണോ? അല്ല, എല്ലാവർക്കും ഒരേ ഖുർആനാണ്. എല്ലാ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങിയിട്ട് സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന ഖുർആനാണ്. 114 അധ്യായമാണ്. എല്ലാത്തിലും കൃത്യം ഒരേ കാര്യം തന്നെയാണ്, ഒരേ ഖുർആനാണ്, ഒരേ സുന്നത്താണ്. എല്ലാവർക്കും ഇമാം ബുഖാരിന്റെ സഹീഹ് പ്രമാണാണ്, എല്ലാവരും ഇമാം മുസ്ലിമിന്റെ സഹീഹ് പ്രമാണാണ്. പക്ഷേ ഭിന്നിക്കുന്നത് എങ്ങനെ? എന്നിട്ട് ഇവർ തമ്മിൽ ഭിന്നിച്ചു, അങ്ങോട്ട് കലഹമായി, പള്ളി രണ്ടായി, മദ്രസ രണ്ടായി, അവിടെ നാട്ടിൽ അടിയായി, ബഹളായി. ഇതൊക്കെ കാരണം എന്താ? ഖുർആനിന്റെ വചനങ്ങളെ, ഹദീസിന്റെ വചനങ്ങളെ എത്താൻ പലൂണ അത് അവന് വ്യാഖ്യാനിക്കാനല്ല. അള്ളാഹ് നടക്കുമ്പോ അള്ളാഹ് അതിനൊരു അർത്ഥമുണ്ട്, അള്ളാഹ്ക്ക് ഒരു ആശയമുണ്ട്, അള്ളാഹിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. ആ ഉദ്ദേശത്തിലല്ലാതെ, ആ വ്യാഖ്യാനത്തിലല്ലാതെ അവനവന്റെ വ്യാഖ്യാനം നൽകിയിട്ടാണ് ഇവർ വഴിപഴിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ പിഴവ് അവസാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈക്കൊണ്ടിട്ടുള്ള നടപടി എന്താണ്? എന്താണ് റസൂലുള്ളാഹി വ്യാഖ്യാനിച്ചു കൊടുത്തത്? എന്താണ് സ്വഹാബത്ത് അത് കേട്ട് മനസ്സിലാക്കിയത്? സ്വഹാബത്ത് മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് സ്വീകരിച്ചു പോന്ന അതേ രൂപത്തിലെടുക്കണം. അപ്പൊ ഞാൻ ഖുർആൻ വായിച്ചു, എനിക്ക് മനസ്സിലായതല്ല, അതിൽ നിന്ന് അന്ന് സ്വഹാബികൾക്ക് മനസ്സിലായത്.
അവരത് എങ്ങനെയാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത എനിക്ക് തോന്നിയമാക്കിയാവാൻ പറ്റില്ല. വേറൊരാൾ ഖുർആൻ വായിച്ചു, അയാൾക്ക് മറ്റൊന്ന് മനസ്സിലായാൽ അത് മാറ്റിവെക്കണം. ഖുർആനിനെ അയാൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിനെ അയാൾ വായിക്കേണ്ടത് സ്വഹാബത്ത് വായിക്കുകയും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള അതേ രൂപത്തിലായിരിക്കണം. അപ്പൊ എല്ലാവരും യോജിക്കും. അതുകൊണ്ടാണ് ഇമാം സുന്ന അൽ മുബജ്ജൽ അബു അബ്ദുല്ല അശ്ശൈബാനി, ഇമാം അഹ്മദ് അബു അബ്ദുല്ല അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള റിസാലയിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഉസൂലു സുന്നത്തി ഇൻദന التمسك بما كان عليه أصحاب محمد صلى الله عليه وسلم والاقتداء به. ദീനിന്റെ അസ്ല്, ദീനിന്റെ അടിസ്ഥാനം, സുന്നത്തിന്റെ ആധാരം التمسك بما كان عليه أصحاب محمد صلى الله عليه وسلم. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഏതൊരു കാര്യത്തിലായിരുന്നോ അത് മുറുകെ പിടിക്കണം. ഖുർആൻ മുറുകെ പിടിക്കുന്നു പറഞ്ഞിട്ട് ഓരോരുത്തരും അവരവന് തോന്നി അവരവന് മനസ്സിലായ അർത്ഥം മുറുകെ പിടിച്ചാൽ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം പോകും. മറിച്ച് ആ ഖുർആനിൽ നിന്ന് സ്വഹാബത്തിന് എന്താണോ മനസ്സിലായത്, സ്വഹാബത്ത് ഏതൊരു ദീനിലാണോ, ഏതൊരു മനഹജിലാണോ, ഏതൊരു നിലപാടിലാണോ, ഏതൊരു മാർഗത്തിലാണോ അത് മുറുകെ പിടിക്കണം, അവരെ പിന്തുടരുകയും ചെയ്യണം. ഇത് ഇമാം അഹ്മദിന്റെ കണ്ടുപിടുത്തൊന്നുമല്ല. സ്വർഗത്തിന് പോകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന ശർത്തുകളിൽപ്പെട്ടതാണ് വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ആ സഹാബത്തിനെ, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ, മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ആ സഹാബത്തിനെ ഇത്തിബാഅ് ചെയ്യണം, അവരെ പിന്തുടരണം എന്നുള്ളത്. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത് അതാണ്. السابقون الأولون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അള്ളാഹുവിന്റെ പൊരുത്തമാണെങ്കിൽ സ്വർഗം ഒരുക്കി വെച്ച ആ സ്വർഗം കിട്ടണമെങ്കിൽ, ആ സ്വർഗത്തിൽ ശാശ്വതരായി കഴിച്ചുകൂട്ടണമെങ്കിൽ, ആ മഹത്തായ വിജയം, ജീവിതത്തിലെ മഹത്തായ വിജയം കരസ്ഥമാക്കണമെങ്കിൽ, ഈ പറഞ്ഞ 4 കാര്യം കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വഹാബത്തിന് ഇത്തിബാഅ് ചെയ്തോളണം. മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സ്വഹാബത്തിന് ഇത്തിബാഅ് ചെയ്തോളണം. അല്ലാണ്ട് ഖുർആൻ മരത്തെ കയ്യിൽ പിടിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് നിങ്ങൾ ഒരു വഴി പോയി, വേറൊരുത്തർ ഖുർആൻ കയ്യിൽ പിടിച്ചു അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നതുമായി അവൻ വേറെ വഴിയെ പോയി. അതൊക്കെ സുബുൽ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വഴികളാണ്. ഓരോ വഴിയിലും ശൈത്താൻ ഇതിനെ വരൂ തന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാണ്ടാവും. അങ്ങനെ സഹാബത്തിന്റെ ആധികാരികൾ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ സഹാബത്ത് അവരെ നമ്മൾ പിന്തുടരണമെന്ന് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചു, അത് അയിമ്മത്ത് നമ്മളോട് ഉപദേശിച്ചു. അതിന് മാത്രമുള്ള അവരുടെ ആധികാരികളാണ്, അവരുടെ ആ പ്രാമാണികതയുടെ അടിസ്ഥാനം എന്താണ്? സഹാബത്ത് ഏതെങ്കിലും തരത്തിൽ വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അവർക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റില് അവരെ നിലനിൽക്കാൻ അല്ലാഹു അനുവദിക്കില്ല. ഉടനെ തിരുത്തും, വഹി ഇടപെട്ടിട്ട് തിരുത്തും. അതാണ് അവരുടെ ആധികാരികത, അവിടെയാണ് അവരുടെ പ്രാമാണികത. ഇപ്പൊ ഈ സംഭവം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരത്തിലായി കഴിഞ്ഞാൽ അവർ പറയാറുണ്ടായിരുന്നു, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി. അതാണ് ഹദീസിൽ പറഞ്ഞത്, അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി. അള്ളാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ആരിൽ നിന്ന്? അവന്റെ അടിയാറുകളിൽ നിന്ന്. അപ്പൊ അടിയാറുകൾ അള്ളാഹ്ക്ക് സലാം കൊടുക്കേണ്ട കാര്യമുണ്ടോ? കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും അവന് ഒഴിവ് കഴിവ് ഉണ്ടാകട്ടെ. ഇല്ലാത്ത ഒന്നാണ് ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ കുറവുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനാണ് പറയേണ്ടത്. അങ്ങനെ അള്ളാഹ്ക്ക് ഒന്നിന്റെയും കുറവില്ല. അള്ളാഹ് അസ്സലാം, എല്ലാ കുറ്റവും തീർന്നവനാണ്. അവന്റെ കമാലുണ്ട്, അൽ കമാലുൽ മുത്ലഖ് ഫീ ദാതിഹി വഫീ സിഫാതിഹി വഅഫ്ആലിഹി. അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ അഫ്ആലിലും അവന്റെ സത്തയിലും അവന്റെ ഗുണവിശേഷങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ പരിപൂർണനാണ്. നിരുപാധികമായ പരിപൂർണത അവന്റെ അവകാശപ്പെട്ടതാണ്. എന്നിരിക്കെ അവർ ഈ പറയുന്ന വാക്ക് തെറ്റും നിരർത്ഥകമാണ് എന്ന് മാത്രമല്ല, അത് തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഉടനെ അവരാ ചൊല്ലുന്നത് എന്താണ്? അള്ളാഹ്ക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ല, പിന്നിൽ നിന്ന് അവർ ചെല്ലുന്നത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും. ചില കാര്യങ്ങൾ അള്ളാഹ് കേൾപ്പിച്ചു കൊടുക്കും, ചില കാര്യം അള്ളാഹ് കാണിച്ചു കൊടുക്കും. അത് റസൂലുള്ളാഹിക്കുള്ള ഒരു പ്രത്യേകതയാണ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നമസ്കരിക്കുമ്പോ നിങ്ങളെ എന്റെ പിന്നിൽ കൂടെ ഞാൻ കാണുന്നുണ്ട്. പിന്നിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള കഴിവിൽ അത് കാണുക എന്നുള്ളത് ഒരു മുഅ്ജിസത്തായിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ്. അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങൾ പറയും. ആ പറയുന്ന ചില കാര്യങ്ങൾ നമസ്കാരത്തിൽ അവർ പറയും. പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ അത് തിരുത്തും, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ അവർ പറഞ്ഞ പുതിയ വാക്ക് ശരിവെക്കും. ഇപ്പൊ ഒരാൾ നമസ്കാരത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ വാക്ക് ആരാ പറഞ്ഞത് ചോദിച്ചു. റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോ ഒരാൾ പറഞ്ഞു, ഞാനാണ് നബിയെ പറഞ്ഞത്. അപ്പൊ അയാൾ വിചാരിച്ചു ഇത് തെറ്റായി പോയോ, തിരുത്തോ എന്നുള്ള അർത്ഥത്തിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തഖ്രീർ ചെയ്തു കൊടുത്തു, സുന്നത്തിന്റെ ഭാഗമാക്കി. കാരണം അത് ഹഖാണ്. ഹഖാണെങ്കിൽ അതിനെ തഖ്രീർ ചെയ്തിട്ട് സുന്നത്തിന്റെ ഭാഗമാക്കി തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നമസ്കാരത്തിൽ കാണുന്നുണ്ടായിരുന്നു 30 മലക്കുകൾ. അത് അള്ളാഹുവിലേക്ക് ആ വചനം എത്തിക്കുന്നതിന് വേണ്ടി അവര് ധൃതി കാണിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ വാക്ക് അത്രയും ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ വചനം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്നല്ല 30 മലക്കുകൾ ധൃതിപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ വാക്ക് സ്ഥിരീകരിച്ചു. സുന്നത്തായി തീർന്നു. അവർ ചെയ്യുന്ന നന്മകളെ തഖ്രീർ ചെയ്യുകയും അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധം വല്ലപ്പോഴും സംഭവിച്ചു പോയാൽ അത് വകവെക്കൂല, ഉടനെ തിരുത്തും. ഇത് സലാം അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് പറഞ്ഞു, വഹയിലൂടെ അള്ളാഹ് ഇടപെടിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. നബി ഇടപെട്ടു എന്ന് പറഞ്ഞാൽ വഹയിലൂടെ അള്ളാഹു അത് അറിയിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അസ്സലാമു അലല്ലാഹ് എന്ന നിരർത്ഥകവും കുറ്റകരവുമായ വചനം അത് നിങ്ങൾ പറയരുത്. മറിച്ച് കാരണം ഫഇന്നല്ലാഹ ഹുവസ്സലാം, കാരണം അല്ലാഹു സലാമാണ്. അവന് നിങ്ങൾ അങ്ങോട്ട് സലാം കൊടുക്കേണ്ട കാര്യമല്ല. അവൻ സാലിം മിൻ കുല്ലി ഐബിൻ വനഖീസ, അവൻ സലീമാണ്. മിൻ കുല്ലി ഐബിൻ വനഖീസ, എല്ലാ വിധത്തിലുള്ള കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും അവൻ മുക്തനാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഈ വചനം പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഈ പേര് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. റമളാനിൽ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വളരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇസ്തിജാബത്ത് വേണമെങ്കിൽ അതിന് ദുആക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെട്ടിട്ടുള്ള ആ ആദാബുകൾ നമ്മൾ പാലിക്കണം. ആ ആദാബുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദുആ ചെയ്യുക എന്നുള്ളത്. ഖുർആനിൽ അല്ലാഹു നമ്മളോട് കൽപ്പിച്ചതാണ്. പലതവണ നമ്മൾ പറഞ്ഞ് നിങ്ങൾ കേട്ടതും നിങ്ങളുടെ മനസ്സിലുള്ളതുമായ കാര്യമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുണ്ട്. ആ നാമങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ ദുആ ചെയ്യേണ്ടത്. അത് ഖുർആനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുആയെ സംബന്ധിച്ച് ഇവിടെ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതേമാതിരി തന്നെ. പിന്നെ وقال لأبي بكر رضي الله عنه وقد سأله ما يدعو به. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് സിദ്ദീഖു ഹാദിഹിൽ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്താ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ അൻതിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇത് നമസ്കാരത്തിലെ ഇസ്തിഫ്താഹിന് നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലാത്ത സമയത്ത് നമുക്ക് ചൊല്ലാം. ഈ ദുആയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി ആജ്ഞാപിക്കുന്ന കാര്യം, ആദ്യം നമ്മുടെ അടുക്കലുള്ള വീഴ്ച എന്താണോ ആ വീഴ്ച അത് അല്ലാഹുവോട് തുറന്നു പറയാൻ വേണ്ടി പറഞ്ഞു. ഇന്നി ളലംതു നഫ്സി, ഞാൻ ഒരുപാട് ദുൽമ ചെയ്തു, അതിക്രമം ചെയ്തു എന്നോട്. ളുൽമൻ കസീറ വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരുമേ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാനില്ല. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ അൻതിക്, നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പാപമോചനം എനിക്ക് നീ നൽകി എന്നോട് നീ പൊറുക്കണമേ. വർഹംനി, എന്നോട് നീ റഹ്മത്ത് ചെയ്യണമേ.
ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അവിടെ എന്ത് ചെയ്തു? ആ ദുആ അവസാനിപ്പിച്ചത് ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇവിടെ എന്താണ്? അതില് രണ്ട് മസ്അലത്തുണ്ട്. അതുപോലെ തന്നെ വത്തവസ്സുലു ബിഇസ്മൈൻ, അല്ലാഹുവിന്റെ രണ്ട് ഇസ്മ കൊണ്ടുള്ള തവസ്സുലും. മഗ്ഫിറത്തും ചോദിച്ചു, മർഹമത്തും ചോദിച്ചു. അതാണ് ഇതിലുള്ള മസ്അലത്ത്. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം ഒന്ന് മഗ്ഫിറത്താണ്, എന്റെ തെറ്റുകൾ പുറത്തു തരണം. മറ്റൊന്ന് മർഹമത്താണ്, എനിക്ക് റഹ്മത്ത് തരണം, അഥവാ എന്റെ നല്ല കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖും അതുപോലെ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഇസ്മത്ത് നൽകാൻ, സംരക്ഷണം നൽകുന്ന അതിനുള്ള ഇസ്മത്തും റബ്ബേ നീ എനിക്ക് നൽകണേ എന്നാണ് ചോദ്യം. ഈ മഗ്ഫിറത്തും മർഹമത്തും ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ആ രണ്ട് കാര്യങ്ങളോടും നമ്മുടെ സുആൽ എന്താണോ, നമ്മുടെ മുഖയത്ത് എന്താണോ, നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണോ അതിനോട് ഉചിതമായി നിൽക്കുന്ന അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകൾ കൊണ്ട് തവസ്സുൽ നടത്തി. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ പേരോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പേരുകൾ കൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഫദ്ഉഹു ബിഹാ എന്ന് പറഞ്ഞാൽ അതിന്റെ തത്ബീഖ് ആക്കണം. ഇങ്ങനെയാണ് അതിന്റെ തത്ബീഖ്. തവസ്സുൽ പാടില്ല എന്ന് പറയും. തവസ്സുൽ പാടില്ലാത്ത തവസ്സുലുണ്ട്, എന്നാൽ മശ്റൂആയ തവസ്സുലുണ്ട്. 3-4 ഇനം തവസ്സുലുകൾ മശ്റൂആണ്, ശറഅയിൽ അംഗീകരിക്കപ്പെട്ടതും നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുമാണ്. അങ്ങനെ മശ്റൂആയ തവസ്സുലിന്റെ കൂട്ടത്തിലെ ഒരു ഇനം അത്തവസ്സുലു ബിഅസ്മാഇല്ലാഹ് വകലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ കൊണ്ട് തവസ്സുൽ നടത്താനുള്ളത് നമ്മളോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ളതും ശറഅയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതുമായ കാര്യമാണ്. ഇവിടെ തവസ്സുൽ നടത്തുക. അബൂബക്കർ സിദ്ദീഖ് തവസ്സുൽ നടത്തുകയാണ്. അള്ളാഹിന്റെ ഇസ്മ ചൊല്ലിയിട്ട് അൻതൽ ഗഫൂറുർ റഹീം. ഗഫൂർ അള്ളാഹിന്റെ ഇസ്മാണ്. അള്ളാഹിന്റെ ഇസ്മുകളൊക്കെ സിഫത്താണ്, സിഫത്തുകളൊക്കെ ഔസാഫുകളാണ്. റഹീം അള്ളാഹിന്റെ ഇസ്മാണ്. അത് ഇസ്മാകുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും സിഫത്തുണ്ട്, ആ സിഫത്ത് ഔസാഫുകളുമാണ്. ഇതാണ് എന്റെ ആക്രമണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സലാമത്ത് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹ് ആ സലാമത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, സലാമത്ത് എന്ന് പറഞ്ഞാൽ മിൻ കുല്ലി ശർറിൻ വ മിൻ കുല്ലി ദഗൽ, എല്ലാവിധ തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടണം. അതുപോലെ എല്ലാവിധ കുറ്റങ്ങളിൽ നിന്ന്, എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്ന് എനിക്ക് സലാമത്ത് വേണം. അങ്ങനെ നഖയ്യും തഖയ്യുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. കാരണം ഖിയാമത്ത് നാളിൽ അവന് മാത്രമേ രക്ഷയുള്ളൂ. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്ത് വരുമ്പോ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഇവിടെ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ള ആളായിരിക്കും, 15 കോടി 36 കോടിയൊക്കെ ഉണ്ടായിരിക്കും. അള്ളാഹിന്റെ അടുക്കലാവും കോടിക്കൊന്നും ഒരു വിലയില്ല, അതൊന്നും ഉപകരിക്കില്ല. അല്ലെങ്കിൽ 10ഉം 12ഉം ആൺകുട്ടിയാള് ഈയോ ഞാനോ എന്ന് ചോദിച്ചു നിൽക്കുന്ന നല്ല കരുത്തരായ മക്കളുണ്ടാകും. ആ മക്കൾ ആരും ഒരു ഉപകാരം ചെയ്യില്ല. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ രക്ഷ ആർക്ക് മാത്രമാണ്? ഖൽബുൻ സലീമുമായി വരുന്നവന് മാത്രമാണ്. എന്താണ് ഖൽബുൻ സലീം? അവന്റെ ഖൽബ് സുരക്ഷിതമായിരിക്കണം, മുക്തമായിരിക്കണം എല്ലാവിധ ശർറുകളിൽ നിന്നും, എല്ലാവിധ ദഹലുകളിൽ നിന്നും. അതിൽ വെല്ലുണ്ടാകരുത്. പക, വിദ്വേഷം, അസൂയ, കുരിഷ്ട് പോലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ നമുക്ക് മോചിപ്പിക്കാൻ, മുക്തമാക്കാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ ശഹവാത്തുകളുടെയും അതുപോലെ തന്നെ അഹ്വാലുകളുടെയും രോഗങ്ങളിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കണം. എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും ദഹലുകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കണം. എന്നിട്ട് സലീമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിന്റെ അടുക്കൽ പോകണം. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മൾ അങ്ങനെ ആവണം. ഞാനങ്ങനെ ആയാൽ അതോടുകൂടി എന്റെ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തുന്നില്ല. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഈമാനിന്റെ കമാലിൽപ്പെട്ട കാര്യമാണ്. എനിക്ക് എന്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതേ കാര്യം എന്റെ സഹോദരൻ, ഒരു മുസ്ലിമായ സഹോദരൻ ഉണ്ടാകണമെന്നുള്ളത്. ആ വിധത്തിൽ സ്വാഫിയായ, കലവറയില്ലാത്ത, നിഷ്കളങ്കമായ സ്നേഹം ഈമാനിന്റെ പേരിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ ഈമാൻ പൂർത്തിയാകുള്ളൂ. അതാണ് ലാ തതുഅമൽ ഈമാൻ എന്ന് പറഞ്ഞ ഈമാനിന്റെ രുചി ആസ്വദിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈമാനിന്റെ രുചി അല്ലെങ്കിൽ ഈമാനിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. എന്തിന്റെ പേരിലാണ് സ്നേഹിക്കുന്നത്? അവൻ കാണാൻ നല്ല ചുരുക്കുണ്ട്, ഓനെ സ്നേഹിച്ച് പിന്നാലെ കൂടിയ ആ സൗന്ദര്യം ആസ്വദിച്ച് നടക്കാനല്ല.
അവന് നല്ല സ്വത്തുണ്ട്, പിന്നാലെ കൂടിയാൽ എന്തെങ്കിലുമൊക്കെ തട്ടിച്ചെടുക്കാം, അതിനല്ല. അവന് നല്ല മസിൽ പവർ ഉണ്ട്, അതിന്റെ ഒപ്പം നടന്നാൽ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പോക്കിരിയായി പോക്കിരിന്റെ പിന്നെ ഓരത്ത് ഇങ്ങനെ ഓരം പറ്റി നടക്കാം എന്നതിനല്ല. മറിച്ച് ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അങ്ങനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും അഫ്ശു സലാമ ബൈനക്കും. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഹത്താ തുഅ്മിനു, ഈമാൻ ഉൾക്കൊള്ളുന്നത് വരെ. ഈമാൻ മാത്രമാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഘടകം. അതാണ് അതിനുള്ള സബബ്. അപ്പൊ എങ്ങനെ ഈമാൻ കിട്ടുക? സഹാബത്തിന്റെ ചിന്ത അങ്ങനെയായിരിക്കും. അവർക്ക് സ്വർഗത്തിൽ പോകണം, അവരുടെ ലക്ഷ്യം അതാണ്. സ്വർഗത്തിൽ പോകണം എന്തുമാണ്? ഈമാൻ വേണം. അങ്ങനെയാണെങ്കിൽ ഈമാൻ എങ്ങനെ കിട്ടുക? അടുത്ത സ്റ്റെപ്പായി റസൂലുള്ളാഹി പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞത് കിട്ടൂല മഹബത്തോടു കൂടിയല്ലാതെ. ഹുബ്ബുണ്ടെങ്കിൽ, ഹൃദയത്തിൽ മഹബത്ത് നിറഞ്ഞ ഒരാൾക്ക് ഈമാൻ കിട്ടുള്ളൂ. ഹൃദയം നിറച്ച് വെറുപ്പാണ്, ശത്രുതയാണ്, കുരിഷ്ടാണ്, അസൂയാണ്, വേണ്ടാത്തരങ്ങളാണ്, ആ ഹൃദയത്തിൽ ഈമാൻ വന്ന് നിൽക്കൂല. ഈമാൻ വന്ന് നിൽക്കാൻ കഴിയില്ല. ഈമാൻ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കുന്ന സാധനം കരുതണ്ട. നല്ല വൃത്തിയുള്ള അതിന് നിൽക്കാൻ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ മാത്രം ഈമാൻ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഈമാൻ ഓടിക്കളയും. അതുകൊണ്ട് തന്നെ വലാ തുഅ്മിനു ഹത്താ തഹാബു, പരസ്പരം മുഅ്മിനീങ്ങൾ പരസ്പരം കലവറയില്ലാത്ത കളങ്കമില്ലാത്ത സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്നത് വരെ. തഹാബു എന്ന് പറഞ്ഞാൽ അതാണ്. മഹബത്ത് കൊടുക്കുകയും വേണം, വാങ്ങുകയും വേണം. കലവറയില്ലാത്ത സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി നിങ്ങൾ ജീവിക്കുന്നത് വരെ ഈമാൻ മനസ്സിൽ കയറൂല. എന്നാ ശരി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം മുഅ്മിനീങ്ങൾക്ക് തമ്മിൽ. ശരിയാണ്, എന്റെ അടുക്കൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ സ്വർഗം കിട്ടണം എന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനാൽ ഞാൻ ഈമാനാണെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ താടി വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഞാൻ ഡ്രസ്സിന് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതിനുവേണ്ടി വേറെ 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 ചില അഡ്ജസ്റ്റ്മെന്റ് അൾട്രേഷനൊക്കെ പലയിടത്തും വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഇല്ല, എന്റെ മനസ്സിൽ അവനവന്റെ മനസ്സ് അവനറിയാലോ എത്രത്തോളം അതിൽ വിദ്വേഷങ്ങളുണ്ട്, എത്രത്തോളം അതിൽ പക കിടക്കുന്നുണ്ട്, എത്രത്തോളം അതിൽ കുരിഷ്ടുണ്ട്, എത്രത്തോളം അസൂയുണ്ട്, എത്രത്തോളം ശത്രുതയുണ്ട്. ആ കാര്യങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ട ഹൃദയത്തിൽ എവിടെ ഈമാൻ വന്നു നിൽക്കുക? അങ്ങനെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ വന്നു നിൽക്കാവുന്ന ഒരു സംഗതിയല്ല ഈമാൻ. ഈമാൻ വന്നു നിൽക്കണമെങ്കിൽ ഖാലിസായ മഹബത്ത്, വാങ്ങാനും കൊടുക്കാനും പറ്റുന്ന ഒരു ഹൃദയത്തിൽ, അങ്ങനെ മഹബത്ത് കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഹൃദയത്തിലേക്കേ വരുള്ളൂ. അപ്പൊ ഇനി എങ്ങനെയാ മഹബത്ത് ഉണ്ടാകുക? മഹബത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരാദുല്ലുക്കുമാനാശി ഇതാ പാഴത്തു മുഹു തഹാബത്തു എന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ആ കാര്യം നിങ്ങൾ ചെയ്താൽ തഹാബത്തും, അതൊരു ചൊട്ടുവിദ്യയാണെന്ന് പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും അതുകൊണ്ട് എങ്ങനെയാണ്? അത് പെട്ടെന്നൊന്നുമല്ല, അതിന് ആഴത്തിൽ വേരുകളുണ്ട് ഉള്ളിലേക്ക്. പുറമെയാണ് നിങ്ങളോട് പറയുന്നത്, ബാഹ്യമായ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാ. അത് ബാഹ്യമായ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന് മനുഷ്യന്റെ ആന്തരികമായ ജീവിതത്തിന്റെ ആന്തരികമായ അവസ്ഥകളിലേക്ക് അതിന് വേരുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു തരണം. ഇതാ പാഴത്തു മുഹത്തഹാബും അഫ്ശുസ്സലാമ ബൈനക്കും. യുസല്ലാഹു പറഞ്ഞു ഈ സലാം, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സലാം അത് വ്യാപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരാളെ കണ്ടു, മുസ്ലിമാണ്, ഒറ്റ നോട്ടത്തിലെ ആള് മുസ്ലിമാണ്, വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ സലാം പറഞ്ഞു. പരിചയക്കാരനാകണമെന്ന് യാതൊരു ഷർത്തുമില്ല. നമുക്ക് സലാം പറയണമെങ്കിൽ പരിചയക്കാരനായാൽ പോരാ, അയാള് നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ താല്പര്യക്കാരനാകണം. നമ്മുടെ ഗ്രൂപ്പായാലും പോരാ, എന്താവേണ്ടതുണ്ട്? അയാള് നമ്മളോട് വേറെ എന്തെങ്കിലും ബിസിനസ് ബന്ധം കൂടി വേണം. അയാൾ ഭൂമി കച്ചവടത്തിന് നമ്മളെ സഹായിച്ചു, അയാൾ വേറെന്തെങ്കിലും നമ്മളെ സഹായിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചില സഹായോടെ കിട്ടിയെങ്കിലേ സലാം പറയുള്ളൂ. അങ്ങനെയാണ് നമ്മളെ സലാം. അങ്ങനെയല്ല, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഈ അതിർത്തരം ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ അത് അഹ്ലുൽ ഖിബ്ലയാണ്. അവർക്ക് മുസ്ലിമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരുത്തരെ കണ്ടാലും ആളെ നീ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറഞ്ഞേക്കും, സലാം പറയാം. അങ്ങനെ സലാം പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സലാം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ, ഈ സലാമിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ ആ സലാം പറയണതെങ്കിൽ, അത് നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ
പലതവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രത്യക്ഷത്തിൽ നമ്മുടെ വാഹിറിൽ, നമ്മുടെ ബാഹ്യ മേഖലയിൽ ഉള്ള മാറ്റം നമ്മളെ ആന്തരികമായി സ്വാധീനിക്കും, സ്വാധീനിക്കാതിരിക്കൂല. ഞാനിവിടെ ഉച്ചരിക്കുന്നത് അസ്സലാം, അല്ലാഹുവിന്റെ പേരാണ്. ആ പേര് ഞാൻ ഉച്ചരിക്കുമ്പോൾ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു നാമം ഉച്ചരിച്ചുകൊണ്ട് അവനെ ഞാൻ ദിക്ർ ചെയ്യുകയാണ്. അവനുള്ള റിമംബറൻസ്, അവനുള്ള ദിക്ർ, അവനുള്ള സ്മരണ ഞാൻ നിലനിർത്തുകയാണ്. അതൊരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ സലാം പറയാം. സലാം പറയുമ്പോ പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് മറ്റ് പല സംസ്കാരത്തിന്റെയും മറ്റു പല മതത്തിന്റെയും ആളുകൾക്ക് പല വാക്കുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നവരുണ്ട്, സുപ്രഭാതം പറയുന്നവരുണ്ട്, വന്ദനം പറയുന്നവരുണ്ട്, അങ്ങനെ ഓരോ വാക്കും പറയുന്നവരുണ്ട്. അതിന്റെയൊക്കെ അർത്ഥവും അർത്ഥവും എന്നാൽ മുസ്ലിമീങ്ങളോട് അള്ള പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ അർത്ഥവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അറിയാം അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ്, നമ്മൾ എത്ര നീതാറുണ്ട്. ഇവിടെ അള്ളാന്റെ ഉത്കൃഷ്ടമായ ഒരു നാമം നമ്മളെ നാവ് കൊണ്ട് ഉച്ചരിക്കുക. ആ നാമം ഉച്ചരിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ, സദാ അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ള ഒരു ദിക്ർ അതവന് ലഭിക്കുക. എന്നിട്ട് ആ സലാം നിനക്കുണ്ടാവട്ടെ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ശർറുകളിൽ നിന്നും ദഹനുകളിൽ നിന്നും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തട്ടെ, അതിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തി നിനക്ക് കാവല് നൽകട്ടെ. ഇത് നാവുകൊണ്ട് പറഞ്ഞാൽ, നാവുകൊണ്ട് അതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ, അയാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സാധിച്ചാൽ ആ മനുഷ്യനോട് നമുക്ക് എന്തൊക്കെ പകകൾ മനസ്സിലുണ്ടെങ്കിലും പകുതി ആദ്യത്തെ പറച്ചിൽ തന്നെ കൊഴിഞ്ഞു പോകും. 4 തവണ അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് നമ്മുടെ മനസ്സ് ഇത് നാവുമ്പോ വരുന്നത് ഉള്ളിലേക്കും, ഉള്ളിലുള്ളത് നാവിലേക്കും വരും. ഇത് പരസ്പരം അതിൽ റെസിപ്രോക്കാലിറ്റി എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പാരസ്പര്യമുണ്ട്. ഉള്ളും പുറവും തമ്മിൽ. ഉള്ളിലുള്ളതേ പുറത്തു വരുള്ളൂ, പുറത്തുള്ളതേ അകത്തേക്ക് കയറുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുള്ള സംഗതി ഒരിക്കലും ഉള്ളിൽ സ്വാധീനിക്കൂല. അത് തെറ്റാണ്. പുറമെയുള്ള കാര്യങ്ങൾ ക്രമേണ ചിലത് അതിന്റെ നമ്മുടെ നിയ്യത്തനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിലെ സ്വാധീനിക്കും, മനസ്സിനെ സ്വാധീനിക്കും. ഇനി മനസ്സിലുള്ള ഒരു കാര്യമാണെങ്കിൽ അതൊരാളെ എത്ര ഒതുക്കി വെച്ചാലും അറിയാണ്ട് അത് പുറത്തേക്ക് ചാടുകയും ചെയ്യും. ഇതിനിടയിൽ ഇങ്ങനെ ഒരു പാരസ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, ഇത് അള്ളാഹുടെ കൽപ്പനയാണ്, അത് മഹബത്തുണ്ടാകാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി റസൂൽ എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും എന്നൊരാളോട് പറഞ്ഞാൽ ആ പറഞ്ഞത് നാവിൽ ഒതുങ്ങി നിൽക്കൂല, അത് ഉള്ളിക്ക് മെല്ലെ ഇറങ്ങും. കുറച്ചു കഴിയുമ്പോ വേഗത്തിലിറങ്ങും. അവസാനം ആളുകളോടുള്ള പകയും വിദ്വേഷവും വെറുപ്പും കുരുട്ടും അസൂയയും ശത്രുതയും ഒക്കെ അങ്ങനെ പൊളിഞ്ഞു പോകും. ആളുകളോട് നിങ്ങൾക്കൊരു മഹബത്ത് ഉണ്ടായിത്തീരും. അങ്ങനെ മഹബത്ത് വരുന്ന അവിടെ ഈമാനും വന്നിരിക്കും. ഈമാൻ വന്നാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാനും സാധിക്കും. അപ്പൊ ഇത് അള്ളാഹ് സലാമാണ്, അള്ളാന്റെ സലാമത്ത് നിനക്കുണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിന് ഖബറുണ്ട്. ആ ഖബറ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹ് സലാം എന്ന് വെച്ചാൽ അള്ളാഹു മുക്തനായിട്ടുള്ളവനാണ് എല്ലാ അഴിബിൽ നിന്നും എല്ലാ നഫ്സിൽ നിന്നും എന്ന് വെച്ചാൽ അവന്റെ കമാലുൽ മുത്ലഖുണ്ട് എന്നുള്ള വസ്ഫാണ് ഉദ്ദേശിക്കുന്നത്. ആ ഖബറിന്റെ കൂടെ തന്നെ ഒരു ഇൻഷാ, അതൊരു ഖബറാണ്. അത് അള്ളാഹ്ക്കുള്ള ദിക്റാണ്, അത് ഖബറാണ്. ആ ദിക്റിന്റെ കൂടെ, ആ ഖബറിന്റെ കൂടെ നമ്മുടെ ഒരു ഇൻഷാ, അള്ളാഹുവേ ഈ മനുഷ്യന്, ഞാൻ സലാം പറയുന്ന ഈ മനുഷ്യന് നീ സലാമത്ത് കൊടുക്കണം. എല്ലാവിധ ഷർറുകളിൽ നിന്നും എല്ലാവിധ ദഹനുകളിൽ നിന്നും അയാൾക്ക് നീ സംരക്ഷണം നൽകണം. പരലോകത്ത് വരുമ്പോ ഖൽബുൻ സലീമുമായിട്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം റബ്ബേ അയാൾക്ക് നീ കൊടുക്കണം. അതിലധികം എന്തൊരു മനുഷ്യന് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ഇതിലും മീതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? നാളെ പരലോകത്ത് റബ്ബെ വരുമ്പോ ഇല്ലാമൻ അത്തല്ലാഹു ഖൽബുൻ സലീം എന്ന് പറഞ്ഞൊരു ഖൽബുൻ സലീമുമായിട്ട് വരാതെ അയാൾക്ക് നീ റബ്ബെ തൗഫീഖ് കൊടുക്കണേ എന്ന് മനസ്സുകൊണ്ട്, ആദ്യം നാവുകൊണ്ട്, പിന്നെ നാവുകൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് പറയാൻ സാധിക്കുക. ഇതിലധികം എന്താണ് മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് അത് രണ്ടുണ്ട്. ഒന്ന് ദിക്റുണ്ട്, അത് ഖബറാണ്. മറ്റൊന്ന് ദുആണ്ട്, അത് ഇൻഷാ ആണ്. ഇത് രണ്ടും കൂടിയതാണ്. കമാ ഖററ ദാലിക് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി.
ഇബ്നുൽ ഖയ്യിം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലു അസ്സലാമു അലല്ലാഹ് ഫഇന്നല്ലാഹ ഹുവസ്സലാം. നിങ്ങൾ അസ്സലാമു അലല്ലാഹ് എന്ന് പറയരുത്, കാരണം അല്ലാഹു അവൻ തന്നെയാണ് സലാം. ഇത് സ്വർഗസ്ഥരായ ആളുകൾ അവർ പരസ്പരം പറയുന്ന അഭിവാദ്യത്തിന്റെ വചനമാണ്. അത് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു അവർക്ക് നൽകുന്ന അഭിവാദ്യവുമാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവർക്ക് അഭിവാദ്യ വചനമായിട്ട് കിട്ടുന്നത് സലാം എന്നുള്ളതാണ്. അത് റബ്ബുൽ റഹീം, റഹീമായ അവരുടെ റബ്ബിൽ നിന്ന്. അവിടെ സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോഴും ഇതന്നെയാണ് അവർ പരസ്പരം പറയാ, ഇല്ല നീലൻ സലാമൻ സലാമ, സലാമൻ സലാം. അതിന്റെ അർത്ഥവ്യാപ്തി അത്ര വലുതാണ്, നമ്മൾ പറഞ്ഞ അത്രയും വലുതാണ്. അവരുടെ ഹദീസ് ഒന്നുകൂടി വായിച്ച് മസ്അലകളിലേക്ക് പോകാണ്. ബാബുൻ ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്. അസ്സലാമു അലല്ലാഹ്, സലാം അല്ലാഹുവിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറയപ്പെടാവതല്ല. അങ്ങനെ പറയരുത് എന്ന് വിലക്ക് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ പറയുന്നത് ഒരു സെൻസും ഉണ്ടാക്കുന്നില്ല, നിരർത്ഥകമാണ് എന്നല്ല, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ അത് കുറ്റകരവുമാണ്. കാരണം സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്. ആ പേരിലുള്ളത് അള്ളാഹുവിനുള്ള മഫ്ഫിയത്തായ ഒരു സിഫത്താണ്. ഒരു കുറ്റവും അവനില്ല, ഒരു കുറവും അവനില്ല. ആ മഫ്ഫിയത്തായ സിഫത്ത് അത് പൂർത്തീകരിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സത്തയും അവന്റെ ഗുണവിശേഷങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും എല്ലാം നിരുപാധികമായ അപരിമേയമായ അങ്ങേയറ്റത്തെ പൂർണ്ണതയുള്ളതാണ്. എല്ലാ പൂർണ്ണതയും അള്ളാഹുവിനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സലാം അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അത് അള്ളാഹുള്ളതാണ്. ആ നിരക്ക് അള്ളാഹുവിന്റെ അതുണ്ടാകട്ടെ, അടിയാറുകളിൽ നിന്ന് അത് അള്ളാഹ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്, അടിയാറുകളിൽ നിന്ന് അള്ളാഹിന് അത് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് നിരർത്ഥകം മാത്രമല്ല, അത് കുറ്റകരം കൂടിയായിരിക്കും. എന്നാൽ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അവര് ഇതിനെ സംബന്ധിച്ച് നമസ്കാരത്തിൽ അസ്സലാമു അലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. മിൻ ഇബാദിഹി, അസ്സലാമു അലല്ലാഹ് മിൻ ഇബാദിഹി. ഉടനെ തന്നെ വഹി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് പറഞ്ഞ കാര്യം ഇവിടെ ഉദ്ധരിച്ചു. സ്വഹീഹ് ഐ ഇൻദൽ ബുഖാരി വ മുസ്ലിം വഗൈരിഹിമാ മിൻ അസ്ഹാബി സുനൻ عن ابن مسعود رضي الله عنه عبد الله بن مسعود فهو أكثر فقهاء الصحابة قال إذا كنا مع رسول الله صلى الله عليه وسلم ഞങ്ങളായിരുന്നു എപ്പോഴും إذا كنا مع رسول الله صلى الله عليه وسلم في الصلاة റസൂലുള്ളാഹിന്റെ കൂടെ നമസ്കാരത്തിലായിരിക്കുമ്പോൾ قلنا ഞങ്ങൾ പറയാറുണ്ടായിരുന്നു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദി, അസ്സലാമു അലാ ഫുലാനിൻ വ ഫുലാൻ. അല്ലാഹുവിന് അവന്റെ അടിയാറുകളിൽ നിന്ന് സലാം ഉണ്ടാകട്ടെ, ഇന്ന ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഫഖാല നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂലു, നിങ്ങൾ പറഞ്ഞു പോകരുത് അസ്സലാമു അലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവസ്സലാം, കാരണം അല്ലാഹു സലാമാണ്, അല്ലാഹു സലാമാണ്. പിന്നെ അവന്റെ മേൽ അടിയാറുകളിൽ നിന്നും അവന്റെ മേൽ സലാം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല, അത് കുറ്റകരം കൂടിയാണ്. ഫീഹി മസാഇൽ. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ശേഷം റസൂലുള്ളാഹി നടത്തുന്ന ദിക്റുകളിൽ ഇതുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം, അള്ളാഹുവേ നീ സലാമാണ്, നിനക്ക് സലാം എന്ന പേരുണ്ട്, നിനക്ക് സലാം എന്നുള്ള സിഫത്തുണ്ട്. നിന്റെ ആ സിഫത്തിന്റെ താല്പര്യമനുസരിച്ച് എല്ലാറ്റിലും നീ അപരിമേയമായ പൂർണ്ണതയുള്ളവനാകുന്നു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും കുറ്റം തീർന്നവനാകുന്നു റബ്ബേ നീ. ഫീഹി മസാഇൽ, ഇതിലുള്ള മസ്അല ഒന്ന് തഫ്സീറു സലാം, സലാമിന്റെ തഫ്സീറും. തഫ്സീർ സലാം, സലാം എന്നതിന്റെ വ്യാഖ്യാനം അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അത് ആ വാക്ക് അള്ളാന്റെ ഇസ്മാണ്, അത് മൗഫിയത്തായ ഇസ്മാണ്, ഖുദ്ദൂസ് പോലെ. അത് ഒരു സിഫത്താണ്, ഇസ്മുകളൊക്കെ സിഫത്താണ്. ആ സിഫത്ത് എന്ന് പറഞ്ഞാൽ മൗഫിയത്താണ്. അള്ളാഹ്ക്ക് അഴിവില്ല, അള്ളാഹ്ക്ക് നഖൈഫത്തില്ല, കുറ്റമല്ല, കുറവില്ല എന്നാണ്.
അങ്ങനെ കുറ്റം ഇല്ല എന്ന് പറയുന്ന സിഫത്ത് വന്നാൽ അതിന്റെ അർത്ഥം ഇസ്ബാത്തു കമാലി വജ്ഹിഹി, അതിന്റെ വിപരീതമായ ആശയത്തെ അത് സ്ഥിരീകരിക്കലാണ്. അപ്പോൾ ഇതിന്റെ വിപരീതമായ ആശയം കുറ്റം കുറവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവന്റെ ദാത്തുകൊണ്ടും അവന്റെ സിഫാത്ത് ഗുണവിശേഷങ്ങൾ കൊണ്ടും അവന്റെ അഭിപ്രായ പ്രവർത്തനങ്ങൾ കൊണ്ടും അവന്റെ കമാലുള്ളവനാണ്. എല്ലാ പൂർണ്ണതയും അള്ളാഹുവിനാണ്, അവന്റെ എല്ലാ പൂർണ്ണതയും ഉണ്ട് എന്ന കാര്യമാണ് അവിടെ സ്ഥിരീകരിക്കുന്നത്. അതാണ് തഫ്സീറുസ് സലാം. പിന്നെ അത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിനൊരു ദിക്റുണ്ട്, അതിലൊരു ദിക്റ് ഖബറുണ്ട്. അള്ളാഹ് അങ്ങനെയുള്ളവനാണ് അള്ളാഹു എന്നുള്ള ഖബർ അതിലുണ്ട്, ദിക്റുണ്ട്. അതേ സന്ദർഭത്തിൽ അത് ഇൻഷാ ആണ്, സലാമത്തുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ആർക്ക് വേണ്ടിയാണോ സലാമത്ത് പറയുന്നത്, സലാം പറയുന്നത്, അയാളുടെ മനസ്സിന് അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. മിൻ കുല്ലി ശർറിൻ വ മിൻ കുല്ലി ജഹൽ, എല്ലാവിധ ശർറുകളിൽ നിന്നും എല്ലാവിധ മോശമായ കാര്യങ്ങളിൽ നിന്നും. അസ്സാനിയ, രണ്ടാമത്തേത് അന്നഹു തഹിയ്യ, ഇത് തഹിയ്യത്താണ്. ഞാൻ പറഞ്ഞ ഹദീസ് പൂർണ്ണമായി നിങ്ങൾ കേൾപ്പിച്ചു. ഏത് തഹിയ്യത്താണെന്ന് പറഞ്ഞാൽ അഭിവാദ്യമാണ്, ദുനിയാവിൽ അത് അഭിവാദ്യമാണ്, പരലോകത്തിലും അത് അഭിവാദ്യമാണ്. തഹിയ്യത്താണ്. ദുനിയാവിലെ മുസ്ലിമീങ്ങൾ പരസ്പരം അഭിവാദ്യം അർപ്പിക്കുന്നത് അസ്സലാമു അലൈക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് മരിച്ചുപോയ ആളുകൾ അവർക്ക് സലാം പറയാറുണ്ട്, അതിലൊരു ഇത് തന്നെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം തഹിയ്യത്ത് നടത്തുന്നത് ഈ വാക്ക് ചൊല്ലി, അള്ളാഹ്ക്കുള്ള ഈ ദിക്റ് ചൊല്ലി, അതിനെ ഇൻഷാ ആക്കി, അതിനെ വസീലയാക്കി, അതിലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മരിച്ച ആളുകൾക്ക് നമ്മൾ തഹിയ്യത്ത് അർപ്പിച്ചാൽ, റസൂലുള്ളാഹിനെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോയി, റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിൽ പോകുകയാണെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇനി നമ്മള് മുസ്ലിമീങ്ങൾ മറമാടപ്പെട്ടിരിക്കുന്ന ഒരു മഖ്ബറയിൽ പോയി അവിടെ കയറി ചെല്ലുകയാണെങ്കിൽ അവർക്ക് തഹിയ്യത്ത് അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവിടെ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ പരലോകത്തെത്താണ്. പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അഭിവാദ്യം അർപ്പിക്കുന്നത്, സ്വർഗത്തിൽ കേൾക്കുന്ന അഭിവാദ്യ വചനങ്ങൾ ഇത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അവിടെയും ഈ വാക്ക് തന്നെ പറയുകയാണ്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അതുകൊണ്ട് ഇത് തഹിയ്യത്താണ്, എല്ലാവർക്കും ഉള്ള തഹിയ്യത്താണ്, വേറൊരു തഹിയ്യത്തില്ല നമുക്ക്. അസ്സാലിസത്ത്, മൂന്നാമത്തേത് അന്നഹാ ലാ തസ്ലുഹു ലില്ലാഹ്, അള്ളാഹ്ക്ക് സലാമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ലാ തസ്ലുഹു, ഈ അഭിവാദ്യം, സലാമുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ഈ അഭിവാദ്യം, ഈ തഹിയ്യത്ത് അള്ളാഹ്ക്ക് നമുക്ക് അർപ്പിക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അത്തഹിയ്യാത്തു അൽ മുബാറകാത്തു അസ്സലവാത്തു ലില്ലാഹ്, അത്തഹിയ്യാത്തു മുബാറകാത്തു അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. ഇതാണ് അള്ളാഹുവിന്റെ തഹിയ്യത്തിന്റെ രൂപം. അത് തശഹുദിന് നമ്മൾ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അള്ളാഹ്ക്ക് തഹിയ്യത്ത് അർപ്പിക്കുന്ന രൂപം. എന്നാൽ അല്ലാഹ് സലാമാണ്, മുഴുവൻ സലാമത്തും അവനിൽ നിന്നാണ് എന്നിരിക്കെ അള്ളാഹ്ക്ക് സലാമുണ്ടാകട്ടെ എന്ന് സലാമിന്റെ വാക്യം പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് തഹിയ്യത്ത് അർപ്പിക്കാൻ പാടില്ല. അത് നിരർത്ഥകമാണ് എന്നല്ല, അത് കുറ്റകരം കൂടിയാണ്. മാത്രമല്ല ഈ ഹദീസിൽ അതിന്റെ വിലക്ക് വന്നു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ലാ തഖൂലു, അങ്ങനെ നിങ്ങൾ പറയരുത് എന്ന് തന്നെ വന്നു. അറാബിയത്തു, നാലാമത്തെ മസ്അല അൽ ഇല്ലത്തു ഫീ ദാലിക്, അതിന്റെ കാരണം പറഞ്ഞു. കാരണം അല്ലാഹുവാണ് സലാം, മുഴുവൻ സലാമും അവനിൽ നിന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അങ്ങോട്ട് സലാം പറയുന്നത് അത് നിരർത്ഥകമാണ് എന്ന് മാത്രമല്ല, അതിന്റെ ധ്വനി അവന്റെ പൂർണ്ണതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാകയാൽ അത് കുറ്റകരവും കൂടിയായിരിക്കും. അൽ ഖാമിസത്തു, അഞ്ചാമത്തേത് തഅലീമുഹും അത്തഹിയ്യ അല്ലതി തസ്ലുഹു ലില്ലാഹ്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഏതാണോ ശരി ആ ശരി കൂടി പഠിപ്പിച്ചു കൊടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മജാൽ അത്തർബവി, എഡ്യൂക്കേഷണലായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ബാക്കി മുതിർന്ന ആളുകളെ പഠിപ്പിക്കുകയും ശിക്ഷണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ അസുഖങ്ങളിൽപ്പെട്ടതാണ്, ഉസൂലുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം വേണ്ട, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിലക്കരുതെന്ന് തീരല്ല. ഇന്നത്തെ മോഡേൺ സൈക്കോളജി അനുസരിച്ച് പറയാൻ ഒരിക്കലും അരുത് എന്ന് പറയരുത്. അത് മോഡേൺ സൈക്കോളജി. അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിൽ. അരുതാത്ത കാര്യങ്ങൾ അരുത് എന്ന് പറയുന്ന ചെയ്യണം,
അത് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് പറയുന്നതോടൊപ്പം അവിടെ ഒരു വാക്കം നിലനിൽക്കരുത്, ഒരു ശൂന്യത വിട്ടേക്ക് പോകരുത്. അവിടെ എന്താണോ ശരിക്ക് വേണ്ടത് അത് പഠിപ്പിച്ചു കൊടുക്കണം. ശരിക്ക് വേണ്ടത് എന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കണം. സലാം അല്ലാഹ് പറയാൻ പാടില്ല, മറിച്ച് അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടതായ തഹിയ്യത്ത് അതിന്റെ പൂർണ്ണരൂപം തശഹ്ഹുദിൽ എങ്ങനെ ചെല്ലണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടു. അസ്സലവാത്തു അൽ മുബാറകാത്തു അത്തഹിയ്യാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു അൽ മുബാറകാത്തു എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്ന വ്യത്യസ്ത പദങ്ങളിലുള്ള തഹിയ്യത്തിന്റെ വചനങ്ങൾ, അതാണ് അല്ലാഹുവിന്റെ നമ്മൾ ചെല്ലേണ്ട, അല്ലാഹുവിന്റെ നമ്മൾ സമർപ്പിക്കേണ്ടതായ പൂർണ്ണരൂപത്തിലുള്ള തഹിയ്യ. പിന്നെ അല്ലാഹുവിനെ കുറിച്ച് സലാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദുൽ ജലാലി വൽ ഇക്റാം, ഇതാണ് നമ്മൾ പറയേണ്ടത്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നോമ്പായതുകൊണ്ട് ഇതിനധികം നീടൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഖൈറാക്കി തീർക്കട്ടെ. ആ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഈ വിഷയത്തില് ഏറ്റവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും അഫ്ശു സലാമ ബൈനക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഈ കാര്യം മനസ്സിൽ വരണം. ഞാൻ അല്ലാഹുവിന്റെ പേരാണ്, അസ്മാഉൽ ഹുസ്നയാണ് ഉച്ചരിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ള ദിക്റാണ് ഞാൻ പറയുന്നത്. അല്ലാഹ് ഈ പറയുന്നതായ ഇസ്മുമുണ്ട്, സിഫത്തുമുണ്ട്. ആ സിഫത്ത് പറഞ്ഞാൽ ഒരു കുറ്റവും ഒരു കുറവും ഇല്ലാത്തവൻ എന്നാണ്. അത് അർത്ഥമാക്കുന്നത് എല്ലാ തരത്തിലുള്ള പൂർണ്ണതകളും അവനാണ് എന്നാണ് ഈ കാര്യം ഓർക്കണം. എന്നിട്ട് ഇത് ആ നാമം അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതിനെ വസീലയാക്കിക്കൊണ്ട് നമ്മളൊരു ഇശാ നടത്തുകയാണ്, നമ്മളൊരു ദുആ നടത്തുകയാണ്. ആ ഇശാ എന്താണ്? മനുഷ്യ അയാൾ അഭിമുഖീകരിക്കുന്ന തന്റെ സഹോദരന് നിനക്ക് ഈ സലാം ഉണ്ടാകട്ടെ, നിന്റെ അള്ളാഹു സലാമത്താക്കട്ടെ, മിൻകുല്ലി ശർ വമിൻകുല്ലി ദഗൽ. അതിന്റെ ഫലം പരലോകത്ത് നീയും ഞാനും വരുമ്പോൾ യൗമലായം ഫൾമാറും വലാബനൂൻ ഇല്ലാ മൻ അല്ലാഹു ബിഖൽബിൻ സലീം എന്നതാകട്ടെ. ഇത് നമുക്ക് നാവുകൊണ്ട് പറയാൻ, അത് മനസ്സ് തുറന്ന് പറയാൻ സാധിച്ചാൽ നമ്മുടെ അടിയിലുള്ള ബന്ധങ്ങളൊക്കെ എത്ര 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 മനോഹരാവും, എത്ര തെളിഞ്ഞതാവും. ഈ തെളിഞ്ഞ സ്നേഹം അത് ഈമാനിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അല്ലാഹു തആല അഅലം. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.